ഹലോ കൂട്ടുകാരെ, നമുക്കൊന്ന് സ്പെഷ്യലായിട്ട് കുറച്ച് മീനച്ചാർ ഇട്ടാലോ. അപ്പോൾ നമ്മളെ ചേട്ടായിക്കൂട്ടം പോവാറായിട്ടോ. അപ്പോൾ ചേട്ടായിക്ക് കൊടുത്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ചൂതമീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് കളറും എരിവും ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ ഇതൊക്കെ കൂടെ ഇട്ടിട്ട് ഒരു മുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കട്ടെ. നമ്മൾ 2 കിലോ മീനാട്ടോ വാങ്ങിയത്. മുള്ളും തലയും വാലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു 1.5 കിലോ മീൻ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ തിരുമ്മി കുഴച്ചങ്ങ് വെക്കാം. കുറച്ച് നേരം നന്നായിട്ട് തന്നെ അടച്ചുകൊണ്ട് വെച്ചു. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം. ഈ നേരം കൊണ്ട് തന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നാക്കി കഴുകിയെടുക്കുക. ആ ഒരു 10-15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു എന്നുള്ളൂ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ നിർബന്ധമില്ല. അപ്പോൾ അത് നമ്മൾ നല്ല അടി കട്ടിയുള്ള ഒരു ഉരുളിയെടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലെണ്ണ കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട നല്ലെണ്ണ ഇട്ട് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് വറുത്തെടുക്കുക. അപ്പോൾ വറുക്കുന്നതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടുക്കി പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ അതാ നമുക്ക് മീൻ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് മീനുള്ളതുകൊണ്ട് വലിയ ഉരുളിയും കൂടെ ആയതുകൊണ്ട് നമ്മളത് മൊത്തത്തിലിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് നല്ല ക്രിസ്പി ആയിക്കുന്ന രീതിയിൽ നമ്മൾ വറുത്ത് കോരിയെടുത്ത് തീ കുറച്ച് വെച്ച് ചെറിയ തീയിലിട്ട് വറുത്തെടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആയിപ്പോവും. പിന്നെ നമുക്ക് ഏട്ടന് കൊടുത്തിടാനുള്ളതായതുകൊണ്ട് അധികം എണ്ണയും തോന്നുമില്ലാതെ നമുക്ക് എടുത്തെടുക്കണം. അപ്പോൾ അതാ നമുക്ക് മീൻ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണ തന്നെ യൂസ് ചെയ്താൽ മതിയിട്ട്. അപ്പോൾ നമ്മൾ സുറുക്ക ഉപയോഗിക്കുന്നില്ല, വിനാഗിരി ഉപയോഗിക്കുന്നില്ല. പകരം ഇവിടെ കുടംപുളി കഴുകിയ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചങ്ങോട്ട് എടുക്കാം. പുളി നന്നായിട്ട് ഇറങ്ങി വരുന്നവരെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മളെ മീൻ ഇത്രേ ഉള്ളൂ കേട്ടോ വറുത്ത് കോരി വന്നപ്പോൾ. ഇനി നമുക്ക് അതേ ചട്ടിയിലേക്ക് അതേ എണ്ണയിലേക്ക് തന്നെ അതേ ചട്ടി തന്നെ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട കറിവേപ്പിലയും കടുകും ഉലുവയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ സൈഡിൽ നന്നാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ചട്ടി തിളച്ചിരുന്നപ്പോൾ കടുക് ഉലുവയിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുത്തു കേട്ടോ. നന്നായിട്ട് കടുകൊക്കെ നന്നായിട്ട് പൊട്ടുണ്ടോ അല്ലെങ്കിൽ കടിക്കുണ്ടോ കടുക്. അപ്പോൾ അതാ നമുക്ക് ആദ്യം ഇഞ്ചി നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. വഴറ്റിയല്ല, നന്നായിട്ട് വറുത്ത് ഇങ്ങോട്ട് എടുക്കണം. കാരണം ഇത് കൊടുത്തുവിടാനുള്ള അതുകൊണ്ട് പേടാവാതെക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചി ഇട്ട് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി പച്ചമുളകും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കണം. ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ അടുക്കി പിടിക്കാതെ നോക്കണം കേട്ടോ. കാരണം നമ്മൾ നേരത്തെ മീൻ വറുത്ത് ചട്ടി ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ അരപ്പൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ടത് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് കൈ വിടാതെ കണ്ടിട്ട് ഇളക്കുന്നതാവും ഏറ്റവും കൂടുതൽ നല്ലത്. സമയം എടുത്ത് ചെയ്യണം. വെറുതെ കൂട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒന്നിനും കൊള്ളില്ല. പിന്നെ ഇതാ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും അച്ചാർ പൊടിയും കൂടെയാണ് കേട്ടോ ഇട്ടത്. നമ്മൾ അച്ചാർ പൊടിയും കൂടെ ഇട്ടിട്ടത്. അച്ചാർ പൊടി ഇടാൻ താല്പര്യമില്ലാത്തവർ കുറച്ച് കായും ഉലുവ വറുത്ത് പിടിച്ചതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. പൊടി കരിഞ്ഞു പോകരുത്. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കി സെറ്റാക്കി ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. നമ്മൾ കാണുന്ന പോലെ തന്നെ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പറയാൻ വയ്യ. പിന്നെ ഇത് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ കുടഞ്ഞിട്ട് കൊടുക്കുക. മീനിൽ ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ അച്ചാറിന് ഉപ്പും കൂടെ ഇടാൻ. പിന്നെ ഇതാ നമുക്ക് ആ മീനും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിക്കുക കേട്ടോ. പുളിവെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ തിളപ്പിച്ചതാണ്, ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ തീരെ ചാറ് ഇതിനകത്ത് ഇടുന്നില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി അരിച്ച് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ പുളിവെള്ളം ആ പുളി നമുക്ക് ആവശ്യത്തിന് വേണ്ടതിനനുസരിച്ച് ഒഴിച്ച് കുറച്ച് ഒഴിച്ചങ്ങ് വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ റെസിപ്പി. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടുക. ടാറ്റാ ബൈ ബൈ, സീ യു.